അപൂർവമായി കോളനികൾ സ്ഥാപിച്ച് വാസമുറപ്പിച്ച ഇടമാണ് കുറുവാടങ്ങൾ. പഴമക്കാർ പറയുന്ന കുറുവാടങ്ങളിലെ കാക്കയെ പോലെ എന്ന ചൊല്ലിന്റെ പിറകെ ഒരു അന്വേഷണം. ഈ അന്വേഷണ യാത്രയാണ് ഇന്നാദ്യം നാട്ടുവിശേഷത്തിൽ. സിംഗപ്പൂരിൽ കാക്കയില്ലത്രേ. മുൻപ് ചെറിയ ക്ലാസുകളിൽ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. എന്നാൽ 900 കാക്കകളുടെ നാടുണ്ട്. കുടിയത്തൂർ പഞ്ചായത്തിലെ ചെറുവാടിക്കടുത്ത കുറുവാടങ്ങളിൽ. അരി എറിഞ്ഞാലേ 1000 കാക്കയെത്തു എന്ന വാചകത്തിന് ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. ഇവിടെ അരി എറിയാതെ തന്നെ 10,000 കാക്കകൾ എത്തുന്നു, രാപ്പാർക്കുന്നു. കാക്കകളുടെ കോളനിയാണ് ഇവിടെ. പാറപ്പുറവും കണിച്ചാടിക്കുഴിയും കുറുവാടങ്ങളും ഇവർ കൂട്ടുകൂടി താമസം തുടങ്ങിയിട്ട് എത്ര കാലമായെന്ന് ചോദിച്ചാലും ഇങ്ങനെ ഒരു മറുപടിയാവാം: 900 വർഷം. ചെറുവാടി GUP സ്കൂൾ മുതൽ പടിക്കമ്പാടം വയൽ വരെയുള്ള പാതകളിലെ ഇരുവശത്തെയും പറമ്പുകളിലാണ് കാക്കകൾ കാലാകാലങ്ങളിലായി കൂടുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ കാക്കേ കാക്കേ കൂടെവിടെ എന്ന പദ്യം കുറുവാടങ്ങളിലെ കുട്ടികൾ ഏറ്റുപാടാറില്ല. കാരണം ഇവർ കൈച്ചൂണ്ടി കാണിക്കുന്നിടത്തെല്ലാം കാക്കക്കൂടുണ്ട്. കദളിവാഴ കൈയിലിരുന്ന് കാക്കയെന്ന് വിരുന്നു വിളിക്കുന്ന കാക്കകളല്ല. പകലന്തിയോളം ഇര തേടി അലഞ്ഞ് അവിടെയും ഇവിടെയും കിടന്നുറങ്ങാതെ നേരെ അന്തിക്ക്, ഇവിടുത്തുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മഗ്‌രിബാങ്കിന് മുമ്പ് കൂടണയുന്ന കാക്കകളാണ് ഇവ. കാക്കവിശേഷം പറയാൻ ഇവിടെ ഒരു ഇക്കാക്കയുമുണ്ട്. ഇക്കാക്കയും കാത്തിരിക്കുകയായിരുന്നു കാക്കകളെ. എങ്കിലും കൂടി ഈ 2-3 വളപ്പിൽ മുഴുവനും കാക്കകളാണ്. ഞാനൊക്കെ ചെറുപ്പകാലം മുതൽ കാണാൻ തുടങ്ങി. തന്നെയല്ല, ഈ അടുത്ത പ്രദേശത്തെ ഇപ്പങ്ങൾ മുക്കം ആ ഭാഗം അരീക്കോട് ഇങ്ങനെ ഇങ്ങോട്ട് പെരുമണ്ണ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് എല്ലാ കാക്കകൾ സന്ധ്യ ആകുമ്പോഴേക്ക് ഇവിടെ വന്ന് അടിഞ്ഞുകൂടി മരത്തിൻ്റെ മുകളിൽ കയറി കുറേ നേരം കാക്ക പടം ഉണ്ടാക്കും. സന്ധ്യക്ക് കാ കാ എന്ന ഭയങ്കര ശബ്ദം ആണ്. പക്ഷെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒതുങ്ങി, പിന്നെ സൈലൻസ്, ഉറങ്ങിപ്പോയി. എല്ലാ തെങ്ങിൻ്റെ മുകളിലും എല്ലാം ഇരുന്ന് ആ മരത്തിൻ്റെ മുകളിലൊക്കെ ഉറങ്ങി, സുഖമായി ഉറങ്ങി. 4 മണിക്ക് വീണ്ടും ബഹളം തുടങ്ങി. നമ്മളാരും ഉണർന്നുണ്ടാവില്ല. 4 മണിക്ക് ഉണർന്ന് യാത്ര ആവൽ തുടങ്ങി. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഓരോ വിഹിതം കാക്കകൾ ഓരോ സ്ഥലത്ത് വീട്ടിലുണ്ടാവും. ഇപ്പോൾ ഇവിടെ 4, 5, 8 കാക്കകളാണ് ഇവിടുത്തെ കാക്കകളെങ്കിൽ അവരിവിടെ ഉണ്ടാവും. മറ്റവരൊക്കെ പോകും. കുറച്ചാൾ ആ വീട്ടിലുണ്ടാവും, കുറച്ചാൾ ആ വീട്ടിലുണ്ടാവും. അങ്ങനെ പോയി എല്ലാ സ്ഥലത്തും കാക്കകൾ തന്നെ. സന്ധ്യ ആകുമ്പോഴേക്ക് വീണ്ടും വന്നു. കോഴിക്കോട് ജില്ലയിലെ കാക്കകൾ സമൂഹമായി വസിക്കുന്നത് വർഷങ്ങളായി ഇവിടെയാണ്. എന്നാൽ പെരുമണ്ണയിലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കാക്കകൾ ഇത്തരം കോളനികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞതിൻ്റെ അപ്പുറത്ത് പെരുമണ്ണേ ഉള്ളൂ എന്നാണ് കേൾക്കുന്നത്. പെരുമണ്ണുണ്ട്, ഞാൻ കണ്ടത്. പിന്നെ മെഡിക്കൽ കോളേജ്. ഇവിടെ ഒന്നുമില്ല. കക്കാട്, കാരശ്ശേരി, മൊക്കം, നിങ്ങൾ ആ ഭാഗമുണ്ടോ? ഇങ്ങനെ കൂടുന്നുണ്ടോ? കാക്കകൾ ഉണ്ടാവും. കാക്കകൾ പകൽ വന്ന് കൂടും, സന്ധ്യാകുമ്പോഴേക്ക് പോയി. എല്ലാം ഇങ്ങോട്ടാ വരണ്ടായി. 4 ഭാഗത്തുനിന്നും പറന്നു വരിക അങ്ങോട്ട്. മനുഷ്യവാസ സ്ഥലങ്ങളിലാണ് കാക്കകളെ കാണുക. പരിസര ശുചീകരണത്തിലെ മുഖ്യ പങ്കാളിയായ കാക്കയ്ക്ക് സ്കാവഞ്ചർ എന്ന പേരും മനുഷ്യൻ നൽകിയിട്ടുണ്ട്. കാക്ക സമൂഹജീവിയാണ്. കാക്കകൾ എന്നും പരോപകാരികളാണ്. വൃത്തികേടുകൾ മുഴുവൻ കൊത്തിവലിച്ച് പരിസര ശുചിത്വത്തിൽ മുഖ്യ പങ്കാളിയാവുന്നു. അതിങ്ങനെ കാക്കകൾ കൂട്ടമായിട്ട് ഒരു സമൂഹ ജീവിയാണല്ലോ കാക്ക. കാരണം ഇപ്പോൾ ഒരു ഭക്ഷണം എന്തെങ്കിലും കിട്ടിയാൽ, ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്താൽ അത് സ്വന്തം വന്ന് തിന്നു പോകല്ലല്ലോ ചെയ്യുന്നത്. അപ്പോഴേക്ക് വിളിച്ചല്ലോ, കൂട്ടുകാരെ മുഴുവൻ വിളിച്ച് വരിച്ചിട്ടേ തിന്നുള്ളൂ. പക്ഷേ എടുത്തു കൊണ്ടുപോകും, എങ്കിലും മറ്റവരോട് വരണം. വൈലോപ്പിള്ളിൻ്റെ ഒരു കവിത ഉണ്ടല്ലോ കാക്കകളെ പറ്റി. ഉരിരുട്ടിൻ്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനുറ്റ തോഴി, ചീത്തകൾ കൊത്തി വലിക്കുമെങ്കിലും ഏറ്റവും വൃത്തി വെടിപ്പെടുന്നോൾ. അങ്ങനെ കാക്കേൻ്റെ ആ സ്വഭാവത്തിനെ പറ്റി മുഴുവനും വൈലോപ്പിള്ളി പറയുന്നുണ്ട്. വളരെ കറക്റ്റാണ്.
അത്ര വൃത്തിയുള്ള ഒരു ജീവിനെ കാണാൻ കഴിയില്ല. ആ മിനുസം. അതേ സമയത്ത് പകല് അതാണ് കൂരിരുട്ടിൻ്റെ കിടാത്തി. കറും കറുപ്പാണ് നിറം, പക്ഷെ പകലേ കാണുള്ളൂ. അതുപോലെ തന്നെ എല്ലാ ചീത്തയും കുത്തി വലിച്ച് തിന്നുമല്ലോ. വൃത്തിയാക്കും പരിസരം. അതേ സമയത്ത് കാക്കനെ കണ്ട അങ്ങനെ വല്ലതും തോന്നുന്നു. പരോപകാരി പറയാനില്ല. അപ്പോൾ എന്ത് ഒരു നമ്മൾ ഭക്ഷണ സാധനങ്ങളായാലും അവശിഷ്ടങ്ങളായാലും എല്ലാം തിന്ന്. കുറുവാടങ്ങളിലെ കാക്കകളെ പോലെ എന്നൊരു പഴഞ്ചൊല്ലും ഇവിടെയുണ്ട്. കുട്ടികളും മുതിർന്നവരുമൊക്കെ ശബ്ദകോലാഹലം സൃഷ്ടിക്കുമ്പോൾ പറയുന്ന വാചകമാണിത്. ഈ ദേശത്തുകാർക്ക് ഒരു ശല്യമായി ഈ കാക്കകൾ മാറുന്നില്ല. ചിലരൊക്കെ വലിയ തോക്കുകൾ കൊണ്ടുവന്ന് ഇവയെ കൊല്ലാനും വിരട്ടി ഓടിക്കാനും ശ്രമിച്ചിരുന്നു മുമ്പ്. എന്നിട്ടും കാക്കകൾ കൂടൊഴിഞ്ഞില്ല. പകൽ നേരത്ത് ഈ ദേശക്കാർ 5-8 കാക്കകളെ മാത്രമേ കാണാറുള്ളൂ. എന്നാൽ സന്ധ്യാസമയമാവുന്നതോടെ സമീപ ദേശങ്ങളിൽ നിന്നെല്ലാം കാക്കകൾ കുറുവാടങ്ങളിലെ മരശിഖരങ്ങളിലെ കൂടുകളിലേക്ക് ചേക്കേറുകയായി. പപ്പായയുടെയും ചീനിപ്പറങ്കി മുളകിന്റെയും ഒക്കെ വിത്തുകൾ കാഷ്ടങ്ങളിലൂടെ പറമ്പുകളിൽ നിക്ഷേപിക്കുകയും അവ വളർന്ന് വീട്ടുകാർക്ക് ഉപകാരപ്രദമാവുകയും ചെയ്യുന്നു. നമുക്ക് കൊണ്ട് ശല്യം എന്ന് പറഞ്ഞൂടാ. ആൾക്കാർ പറയും ശല്യം ഉച്ചപ്പാടി പാടണം. വന്നു തുടങ്ങി. വിത്തുകൾ കൊണ്ടാണ് തന്നെ കാക്ക കൊത്തി തിന്നല്ലേ. ഇപ്പോൾ ഞാൻ നേരത്തെ നോക്കിയപ്പോൾ എൻ്റെ ചെറിയ മരത്തിൽ വന്ന് കർമൂസ കൊത്തി തിന്നിന്. ആ കർമൂസൻ്റെ വിത്തൊക്കെ അകത്തല്ലേ. അതുപോലെ മുളക് പൊയ്ത്താൽ അത് കൊത്തി തിന്നും. അങ്ങനെ അത് കഷ്ടം വയ്ക്കുമ്പോൾ അത് ഇവിടെ ഇപ്പം ഈ കുറേ മഴ കണ്ട് പെയ്താൽ നിറച്ചും ചീരാപ്പറങ്ങികളുണ്ടോ. ഒരൊറ്റ ഒന്ന് ഞങ്ങൾ കുഴിച്ചിട്ടുണ്ടായി. കർമൂസയും നമ്മൾ കുഴിച്ചിട്ടുണ്ടാവില്ല. അതേസമയത്ത് കാക്ക ദൂരി ഉണ്ടായാൽ കാക്കകൾ ഓരോന്നും അവരുടെ തന്നെ കൂടുകളിലാണ് രാപ്പാർക്കുന്നതെന്നും അത്ഭുതം ഉളവാക്കുന്നു. ഇലകളും താറിട്ട പാതകളും എല്ലാം അഗ്രഹാരമുറ്റത്തെ കോലങ്ങൾ വരഞ്ഞ പോലെയാക്കിയിരിക്കുകയാണ് കാക്കക്കാഷ്ടങ്ങൾ. ഈ ഗ്രാമത്തിന്റെ പശ്ചാത്തല സംഗീതമായി കാക്കക്കരച്ചിൽ മാറുന്നു. മരിച്ചുപോയവരുടെ ആത്മാക്കൾ കാക്കയായി പിറക്കുന്നുവെങ്കിൽ മരിച്ചവരെ തേടി വിശ്വാസികൾക്ക് കുറുവാടങ്ങളിൽ വരാം, കാക്കകൾക്ക് ബലി തൂവാം. എന്തായാലും കാക്കകളുടെ കൂട്ടവാസത്തിനായി കാക്കകൾ കുറുവാടങ്ങളിലെ തെരഞ്ഞെടുത്തതിന്റെ പൊരുൾ എന്താവാം?